മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത്. മലവെള്ളപ്പാച്ചിൽ ഒഴുകി ചൂരൽമല വരെ എത്തിയ മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ അടയാളപ്പെടുത്തിയ ചിത്രങ്ങൾ റോയിട്ടേഴ്സാണ് പുറത്തുവിട്ടത്. പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ചൂരൽമലയും ഉരുൾപൊട്ടലിന് മുൻപും ശേഷവും എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമായി അറിയാം. ദിവ്യ ദിവാകരൻ ചേരും. നമ്മൾ കേട്ടതും കണ്ടതും ഒന്നുമല്ല യാഥാർത്ഥ്യം എന്ന് വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ. ആ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തിന്റെ മുൻപും ആ ഉരുൾപൊട്ടലിന് ശേഷവുമുള്ള ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങളാണ് റോയിട്ടേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ വാർത്തകളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഒക്കെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്. പക്ഷേ ഈ ഒരു ഉപഗ്രഹ ചിത്രങ്ങൾ അത് ഒന്നുകൂടി വ്യക്തമാക്കി തരും. ഇത് വിശദീകരിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെയാണ് ആ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നും ഉരുൾപൊട്ടൽ ഉത്ഭവിക്കുന്നത് പുഞ്ചിരിമട്ടത്തിനും മുകളിലുള്ള ഒരു കുന്നിൻ പ്രദേശത്താണ് അതിന്റെ ഒരു ഉത്ഭവ കേന്ദ്രം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു പ്രദേശം പിന്നീട് മാറി വരുന്നത്, എത്രത്തോളം നാശം വിതച്ചുകൊണ്ടാണ് ആ ഉരുൾപൊട്ടൽ മുന്നോട്ട് പോയത് എന്നത് നമുക്ക് ഈ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇത് ഉപഗ്രഹം ചിത്രം നോക്കുമ്പോൾ ഇത് ആ ഉരുൾപൊട്ടലിന് മുൻപുള്ള ചിത്രമാണ് ഇവിടെയുള്ളത്. ഇതിന്റെ താഴെയുള്ളത് ആ ഉരുൾപൊട്ടൽ കടന്നു പോകുമ്പോഴുള്ള ഭാഗങ്ങളുടെ ചിത്രമാണ്. ഇത് ബിഫോർ ലാൻഡ് സ്ലൈഡും ആഫ്റ്റർ ലാൻഡ് സ്ലൈഡുമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇതാ നോക്കൂ, ആ ദുരന്തം ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഈ ഉപഗ്രഹ ചിത്രത്തിൽ വ്യക്തമാകും. ഉരുൾപൊട്ടൽ ഉണ്ടാവുകയാണ്, അത് പിന്നീട് കടന്നു പോകുമ്പോൾ ആ സമീപ പ്രദേശങ്ങൾ ഒന്നാകെ നാശം വിതച്ചുകൊണ്ട് ആ ഉരുൾപൊട്ടൽ കടന്നു പോവുകയാണ്. അതിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ആ ഉരുൾപൊട്ടൽ വലിയ ദുരന്തം വിതച്ചുകൊണ്ട് നിരവധി പേരുടെ ജീവൻ എടുത്തുകൊണ്ട് ആ ഉരുൾപൊട്ടൽ താഴേക്ക് പതിക്കുകയാണ്. അങ്ങനെ പതിക്കുന്തോറും സമീപത്തെ രണ്ട് ഭാഗത്തെയും പ്രദേശങ്ങളെ ഒന്നാകെ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവിടെയൊക്കെ നാശം വിതച്ചുകൊണ്ട് ആ ഉരുൾപൊട്ടൽ കടന്നു പോവുകയാണ്. വലിയ രീതിയിലുള്ള ചളിയും വൻകൂറ്റൻ പാറക്കല്ലുകളും അതുപോലെ തന്നെ വെള്ളവും ഒക്കെയാണ് ആ ഉരുൾപൊട്ടലിൽ താഴേക്ക് പതിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയൊന്നും വീടുകളില്ല എന്നത് നമുക്ക് ഈ ഉപഗ്രഹ ചിത്രത്തിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ ആ ഉരുൾപൊട്ടൽ അങ്ങനെ താഴേക്ക് പതിച്ചു കഴിയുമ്പോൾ ഇതാ ഏതാണ്ടൊരു 2 കിലോമീറ്റർ വരെ കെട്ടിടങ്ങളോ വീടുകളോ, അതായത് ജനവാസ മേഖലയല്ല എന്ന് നമുക്ക് ഈ ഒരു ഉപഗ്രഹ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി അത് താഴേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ നിന്ന് കെട്ടിടങ്ങളുടെ അതുപോലെ തന്നെ ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ബേസ്ഡ് ഓൺ റീസെന്റ് സാറ്റലൈറ്റ് ഇമേജറി റോയിട്ടേഴ്സ് ഐഡന്റിഫൈഡ് ബിൽഡിംഗ്സ് ദാറ്റ് അപ്പിയർഡ് ടു ഹാവ് വാഷ്ഡ് അവേ. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് കെട്ടിടങ്ങൾ ഈ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ആ ഓരോ ബിൽഡിങ്ങുകളെയായി ഇല്ലാതാക്കിക്കൊണ്ട് ആ ഉരുൾപൊട്ടൽ പോകുന്നത് നമുക്ക് കാണാം. ഇവിടെ എത്തുമ്പോൾ ഏതാണ്ട് 4 കെട്ടിടങ്ങൾ ഈ ഉരുൾപൊട്ടൽ പൂർണ്ണമായും തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. പിന്നീട് നശിച്ചുപോയ അല്ലെങ്കിൽ പൂർണ്ണമായും ഇല്ലാതായ കെട്ടിടങ്ങൾ അവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ അതിന്റെ എണ്ണം കൂടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ 8 ബിൽഡിങ്ങുകൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ താഴേക്ക് പതിച്ച് പുഞ്ചിരിമട്ടം കോളനിയുടെ ഭാഗത്തെത്തുമ്പോൾ അവിടെ ഒരുപാട് വീടുകളും ജനവാസ മേഖലയാണ്, വലിയ ജനവാസ മേഖലയാണ്. അവിടെയുള്ള കെട്ടിടങ്ങളും വീടുകളും ഒക്കെ നാശം വിതച്ചുകൊണ്ട് ആ ഉരുൾപൊട്ടൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതുവരെ നോക്കുമ്പോൾ 21 ബിൽഡിങ്ങുകൾ പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട്. ഇവിടെ സ്റ്റോൺ ഹൗസ് ബംഗ്ലാവ് റിസോർട്ട്, അങ്ങനെ ഒരു റിസോർട്ട് അവിടെയുണ്ട്. ആ രീതിയിലുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്കുകൾ നമുക്ക് കാണാൻ കഴിയും. പുഞ്ചിരിമട്ടത്തെ ഒരു റിസോർട്ട് ആ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഇല്ലാതായി. ഇവിടെ ഈ ഒരു പ്രദേശത്താണ് ഏറ്റവും വലിയ നാശം വിതച്ചിരിക്കുന്നത് എന്നതാണ്. അവിടെ മുണ്ടക്കൈയാണ്. മുണ്ടക്കൈയിൽ വലിയ തോതിൽ ഉരുൾപൊട്ടൽ വീടുകൾക്കും കെട്ടിടങ്ങളും ഒക്കെ ഇല്ലാതാക്കിയിരിക്കുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാതായതും മരണപ്പെട്ടതുമൊക്കെ എന്നത് കൂടി എടുത്തു പറയേണ്ടതാണ്. ഇനി മുണ്ടക്കൈ കഴിയുമ്പോൾ നോക്കൂ, 55 ബിൽഡിങ്ങുകളാണ് പൂർണ്ണമായും ഇവിടെ ഇല്ലാതായിട്ടുള്ളത്. ഇനി ആ ഉരുൾപൊട്ടൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 77 ബിൽഡിങ്ങുകളാണ് ഇവിടെ പൂർണ്ണമായും ഇല്ലാതായത്. അങ്ങനെ ആ ഉരുൾപൊട്ടൽ പിന്നീട് അങ്ങോട്ട് ചൂരൽമലയിലേക്ക് ആ വലിയ രീതിയിലുള്ള മണ്ണും ചളിയും ഒക്കെ കുതിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഉരുൾപൊട്ടൽ ഓരോ കെട്ടിടങ്ങളെയും ജനങ്ങളെയും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ആ ഉരുൾപൊട്ടൽ താഴേക്ക് പതിക്കുകയാണ്. ഇതുവരെ നോക്കുമ്പോൾ 91 ബിൽഡിങ്ങുകൾ പൂർണ്ണമായും ഇല്ലാതായി എന്നതാണ് നമുക്ക് ഈ ഒരു ഉപഗ്രഹ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ആ ഒരു ഉരുൾപൊട്ടൽ ചൂരൽമലയിലെത്തിയിരിക്കുകയാണ്. ചൂരൽമലയിലെത്തുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേർ അവിടെ താമസിച്ചു വന്നതാണ്. നിരവധി കെട്ടിടങ്ങളും മറ്റ് സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു ചൂരൽമല ടൗണിൽ. പക്ഷേ ആ ചൂരൽമല ടൗൺ ആ ദുരന്തം കഴിയുമ്പോൾ
അത് പൂർണ്ണമായും അങ്ങ് നമ്മുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി, പലതും ഭാഗികമായി തകരുകയാണ് ചെയ്തത്. 136 ബിൽഡിങ്ങുകളാണ് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും നശിച്ചത് എന്നത് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇത് ചൂരൽമല ഭാഗത്തേക്ക്, ചൂരൽമല ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി താഴേക്ക് വരുമ്പോഴാണ് വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉള്ളത്. ആ സ്കൂളിന്റെ ഇപ്പോഴത്തെ ചിത്രങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ പൂർണ്ണമായി കണ്ടതാണ്. ആ സ്കൂൾ അങ്ങ്, ആ കെട്ടിടം തന്നെ അങ്ങ് നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇവിടെ നോക്കൂ, ഇവിടെ വരെ എത്തുമ്പോൾ 196 ബിൽഡിങ്ങുകളാണ് പൂർണ്ണമായും ഇല്ലാതായത് എന്ന് നമുക്ക് ഈ ഒരു ഉപഗ്രഹ ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. 203ഓളം ബിൽഡിങ്ങുകൾ ആ ചൂരൽമല ടൗൺ കഴിയുമ്പോൾ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ്. ഇനി ആ ഒരു ഉരുൾപൊട്ടൽ വെള്ളരിമല കോളനിയും പിന്നിട്ടുകൊണ്ടാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്, അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പതിക്കുന്നത്. ആ രീതിയിലാണ് ഈ ഒരു ഉരുൾപൊട്ടൽ മുന്നോട്ട് നീങ്ങിയത് എന്നത് നമുക്ക് ഈ ഒരു ഉപഗ്രഹ ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. എത്രത്തോളം കെട്ടിടങ്ങളും നാശവും വരുത്തിയാണ് ഈ ദുരന്തം ഉണ്ടായത്, ഈ ദുരന്തം എത്രത്തോളം നാശം വിതച്ചു എന്ന് വ്യക്തമാക്കുന്ന ഈ ഉപഗ്രഹ ചിത്രമാണിത്. സൈഫു.